ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ഈജിപ്ഷ്യൻ ഫുഡ് അടിക്കാം. അതിനായിട്ട് ഈജിപ്തിലെ ഒരു റെസ്റ്റോറൻറ്റിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കറക്റ്റായിട്ട് പറഞ്ഞാൽ ലക്സർ നഗരത്തിലെ ഒരു റെസ്റ്റോറൻറ്റിൽ. ആദ്യം തന്നെ മെസ്സേ ട്രേ എന്ന് പറയുന്ന ഒരു സാധനമാണ് ഞാൻ ഓർഡർ ചെയ്തത്. മെസ്സേ ട്രേയിലെ ഐറ്റംസാണ് നമ്മൾ ഈ കാണുന്നത്. ഒരു വലിയ പ്ലേറ്റിൻ്റെ അകത്ത് കുഞ്ഞു കുഞ്ഞു പ്ലേറ്റുകളിൽ ഒരു 3-4 ഐറ്റംസ്. കൂടെ കഴിക്കാൻ പിറ്റ ബ്രെഡ് എന്ന് പറയുന്ന ഇവരുടെ സ്പെഷ്യൽ ബ്രെഡും. ഞാൻ മെയിനായിട്ട് വേറെ ഒരു സാധനം ഓർഡർ ചെയ്തു, ചിക്കൻ തജീൻ എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലെ ചിക്കൻ കറിയൊക്കെ പോലെ തോന്നിക്കുന്ന ഒരു സാധനമായതുകൊണ്ട് ഞാൻ ഓർഡർ ചെയ്തു. ഇത് എത്രത്തോളം സ്പൈസിയാണ്, എത്രത്തോളം ടേസ്റ്റിയാണെന്ന് അറിയില്ല. തജിൻ്റെ ഒപ്പം കഴിക്കാനായിട്ട് കുറച്ച് റൈസും അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഈജിപ്തിൽ വന്നു കഴിഞ്ഞാൽ ഈജിപ്തിലെ ഫേമസ് ആയിട്ടുള്ള ഹിബിസ്കസ് ചായ കുടിക്കാതെ പോകുന്നത് എങ്ങനെ? അതെ, പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ചെമ്പരത്തി, ഉണങ്ങിയ ചെമ്പരത്തിയുടെ പൂവ് ഇട്ട് ഉണ്ടാക്കുന്ന ചായയാണിത്. ഇത്രയാണ് ഞാൻ ഓർഡർ ചെയ്തത്. ആദ്യം തന്നെ മെസ്സേ ട്രേയിലെ ഐറ്റംസ് ഓരോന്നായിട്ട് നോക്കി. പുളിയുടെ ആ ഒരു സോസ് ഒഴിച്ചിട്ടുള്ള ഹുമൂസ് പോലത്തെ ഒരു സാധനവും, പിന്നെ അതുപോലെ വേറെ എന്തൊക്കെയോ ചട്നീസ്, കുറച്ച് ഐറ്റംസ്. ഇതൊക്കെ എന്താണെന്ന് പോലും എനിക്കറിയില്ല. ഇത്രയൊക്കെയാണ് അതിൻ്റെ ആ ഒരു ട്രേയിൽ ഉണ്ടായിരുന്നത്. ഇതൊക്കെ തനിയാണോ കഴിക്കേണ്ടത്, അതോ ആ കൂടെ വന്നിട്ടുള്ള സാധനങ്ങളൊക്കെ മുക്കി കഴിക്കാനുള്ളതാണോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ എന്തായാലും എല്ലാത്തിൻ്റെയും ടേസ്റ്റൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കി. എൻ്റെ കയ്യിൽ ഈ ഇരിക്കുന്ന സാധനത്തിൻ്റെ പേര് ഡോൾമ എന്നാണ് കേട്ടോ. ഇത് ഗ്രേപ്പ് ലീവ്സിൻ്റെ അകത്ത് റൈസും മിൻസ്ഡ് മീറ്റും ഒക്കെ സ്റ്റഫ് ചെയ്തുണ്ടാക്കുന്ന ഒരു ഐറ്റമാണ്. നല്ല ടേസ്റ്റ് ആയിരുന്നു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതിനുശേഷം ഞാനൊരു മീറ്റ് ബോളാണ് ഈ ചട്നിയുടെ കൂടെ അല്ലെങ്കിൽ ഹുമൂസിൻ്റെ കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. ഇതും നല്ല ക്രിസ്പി ആയിരുന്നു. അടുത്ത് ട്രൈ ചെയ്തത് ഈജിപ്തിൻ്റെ സിഗ്നേച്ചർ ഡിഷ് എന്ന് പറയുന്ന ഫലാഫലാണ്. ഇതൊരു വെജ് ഡിഷാണ്. ഫാവ ബീൻസ് എന്ന് പറയുന്ന ഒരു ബീൻ വെറൈറ്റി അരച്ച് അതിനെ ഉരുട്ടിയെടുത്ത് എണ്ണയിലൊക്കെ മുക്കി പൊരിച്ച് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണിത്. ഇതെനിക്ക് എന്തോ അത്രത്തോളം ഇഷ്ടപ്പെട്ടില്ല. വെജ് ആയതുകൊണ്ടായിരിക്കാം എന്തോ എനിക്കൊരു ചെറിയ ഒരു കയ്പ്പൊക്കെയാണ് ഫീൽ ചെയ്തത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ്. പിന്നെ നമ്മുടെ ചിക്കൻ തജിനാണ് ഞാൻ ട്രൈ ചെയ്തത്. ഉരുളക്കിഴങ്ങും ആ ഒരു ആവശ്യത്തിന് മസാല മാത്രം, ഒരുപാട് മസാലയോ എരിയോ ഒന്നുമില്ലാത്ത കുറച്ച് മസാല, മൈൽഡായിട്ടുള്ള മസാലയൊക്കെ ചേർത്തിട്ടുള്ള ചിക്കൻ തജീനായിരുന്നു ഇത്. വളരെ ടേസ്റ്റി ആയിരുന്നു. ഇത്രയ്ക്കും എനിക്ക് ചിലവായത് 740 പൗണ്ടാണ്.